ഹായ് ഗൈസ്, അലയൻസ് ചാനലിലേക്ക് വീണ്ടും എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് റെഡിയാക്കാൻ പോകുന്ന ഒരു വെറൈറ്റി സാധനമാണ്. അപ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ പൊറോട്ട ചിക്കൻ മന്തി എന്ന് പറയും. അപ്പോൾ നമുക്ക് എന്തായാലും ഉണ്ടാക്കി നോക്കാം. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്താൽ ഞങ്ങളിടുന്ന പുതുപുത്തൻ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ എത്തുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. എന്തായാലും നല്ലൊരു കാലാവസ്ഥയാണ്. തീയൊക്കെ കത്തി തുടങ്ങി. നമുക്ക് ഉരുളി വെച്ച് കൊടുക്കാം. ഉരുളി ചൂടാകുമ്പോഴത്തേന് നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിചയപ്പെടാം. ഒരു 2.5 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. വലിയ സവോള ഒരു 8 എണ്ണം, വെളുത്തുള്ളി പേസ്റ്റ്, ഇഞ്ചി പേസ്റ്റ്, പിന്നെ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പ്, ചിക്കൻ മസാല, കറിവേപ്പില 3-4 തണ്ട് എടുത്തിട്ടുണ്ട്, പച്ചമുളക് ഒരു 5-6 എണ്ണം, തക്കാളി ഒരു 3 എണ്ണം. നമുക്ക് ആദ്യമേ ഉള്ളി വഴറ്റിയെടുക്കാനായിട്ടുള്ള വെളിച്ചെണ്ണ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി നമുക്ക് അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് പൊട്ടിക്കാം. തീ ഒന്ന് റെഡിയാക്കി വെച്ച് കൊടുക്കാം. നിലമെല്ലാം നനഞ്ഞ് കിടക്കുന്നുണ്ടായിരിക്കും, കത്താൻ ഭയങ്കര പാട്. അപ്പോൾ നമുക്ക് സവോള ആഡ് ചെയ്ത് കൊടുക്കാം. സവോള നന്നായിട്ട് വഴറ്റിയെടുക്കണം. പേസ്റ്റ് രൂപത്തിലാണ് സവോള. നമുക്ക് സവോള ആഡ് ചെയ്ത് കൊടുക്കാം. സവോള പെട്ടെന്ന് വഴലാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ സവോള പെട്ടെന്ന് വഴന്ന് കിട്ടും. അതിനായിട്ടാണ് നമ്മൾ ഉപ്പിട്ട് കൊടുക്കുന്നത്. നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ പച്ചമണം മാറുന്നതിനും വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം. പച്ചമണം മാറിക്കഴിയുമ്പോൾ നമുക്ക് സവോളയുമായിട്ട് മിക്സ് ചെയ്ത് കൂട്ടി ഇളക്കി കൊടുക്കും. നമ്മൾ എടുത്തു വെച്ച പച്ചമുളകും നമുക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ ചേർത്ത് കൊടുക്കാം. സവോള ഇപ്പോൾ ഏകദേശം നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. നമുക്ക് നമ്മൾ എടുത്തു വെച്ച തക്കാളിക്ക സ്ലൈസ് ചെയ്തിട്ട് നമുക്ക് അതുകൂടെ ചേർത്ത് കൊടുക്കാം. ആഡ് ചെയ്ത് കൊടുക്കാം. ചിക്കൻ മസാല, മല്ലിപ്പൊടി, മുളക് പൊടി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ എടുത്തു വെച്ച ചിക്കൻ മസാല, മുളക് പൊടി, നമ്മൾ പച്ചമുളക് ചേർത്തുകൊണ്ടാണ് മുളക് പൊടി നമ്മൾ ആവശ്യത്തിന് എരിക്കനുസരിച്ച് ചേർത്താൽ മതി. പിന്നെ മല്ലിപ്പൊടി, നമുക്കിത് 3ഉം കൂടെ പച്ചമണം മാറുന്നിടം വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ചിക്കന് ഒന്ന് പുരട്ടി വെക്കാം, അത് ചൂടാകുന്നിടം വരെ. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, ഉപ്പും കൂടെ ചേർത്ത് നമുക്കൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. സവോള എല്ലാം നന്നായിട്ട് വന്നിട്ടുണ്ട്. നമുക്കതിന് വെള്ളം ചേർത്ത് നമുക്ക് അതിൻ്റെ ഗ്രേവി എന്തായാലും ഉണ്ടാക്കാം.
നമുക്ക് കാണാൻ സാധിക്കും ഗ്രേവി എല്ലാം സെറ്റായിട്ടുണ്ട്. അത് നമുക്ക് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് നമ്മൾ മുമ്പേ മിക്സ് ചെയ്ത് വെച്ചിരുന്ന ചിക്കൻ ഈ ഗ്രേവിയിലേക്ക് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ മസാലയെല്ലാം പിടിക്കാനായിട്ട്. പിന്നെ ഉപ്പ് നമുക്ക് ലാസ്റ്റിൽ വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. കാരണം നമ്മൾ ആദ്യം സവോളയിൽ നമ്മൾ ഉപ്പ് ചേർത്തിരുന്നു, പിന്നെ നമ്മൾ ചിക്കൻ മിക്സ് ചെയ്ത് വേവിച്ചപ്പോഴും ഉപ്പ് ചേർത്തിരുന്നു. അപ്പോൾ നമുക്ക് ലാസ്റ്റ് വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കും ഉപ്പ്. അതിലും ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. കുറച്ച് വെള്ളം കൂടെ നമുക്ക് ആഡ് ചെയ്ത് വേകാനായിട്ട് നമുക്ക് വെക്കാം. മൂടിയിടാം. അജിത്ത് ഒരു 2 അടി താഴ്ചയിൽ കുഴി എടുത്തിട്ടുണ്ട്, നമുക്കിവിടെ കാണാൻ സാധിക്കും. അപ്പം ഈ കുഴിക്കകത്ത് നമ്മൾ കനൽ ആക്കണം. ഈ കുഴിയിൽ തീ കത്തിച്ച് നമ്മൾ കനലാക്കണം. അപ്പോൾ അതിനായിട്ടുള്ള പണിയൊക്കെയാണ് അജിത്ത് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ചിക്കൻ ഏകദേശം സെറ്റായിട്ടുണ്ട്. നമുക്കത് വാങ്ങി വെക്കാം. ചിക്കൻ സെറ്റായിട്ടുണ്ട്. നമുക്ക് വാഴയിലൊക്കെ ചൂടാക്കി നമുക്ക് അതിലേക്ക് പൊറോട്ട സെറ്റ് ചെയ്യാം. പൊറോട്ട നമുക്ക് അത്തപ്പൂക്കളമൊക്കെ ഇടുന്ന പോലെ വിരിക്കാം. നമ്മൾ ആദ്യത്തെ ഒരു ലെയർ പൊറോട്ട നമ്മൾ സെറ്റ് ചെയ്തു. നമുക്കതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ച ചിക്കൻ അതിൻ്റെ സെൻറ്ററിലേക്ക് നമുക്ക് വെച്ച് കൊടുക്കാം. ഗ്രേവി ആക്കരുത്, ഇതുപോലെ കുറച്ച് ഡ്രൈ ആവണം. നമുക്കതിൻ്റെ മുകളിൽ പൊറോട്ട വെച്ച് മൂടിയിട്ട് ഇലക്കകത്ത് പൊതിഞ്ഞെടുക്കാം. ഇല നന്നായി വാട്ടിയെടുത്ത ഇലയിലാണ് നമ്മളിത് പൊതിയുന്നത്. വാഴവള്ളിയും കൊണ്ട് തന്നെ അത് കെട്ടിക്കൊടുക്കാം. പിന്നെ നമുക്ക് ഫോയിൽ പേപ്പർ വെച്ചിട്ട് നന്നായിട്ട് പൊതിഞ്ഞു കൊടുക്കാം. അപ്പോൾ നമുക്കിത് അവിടെ കുഴി എടുത്തിട്ടുണ്ട്. ആ കുഴിക്കകത്ത് നമുക്ക് ഇറക്കി വെക്കാം. നമ്മൾ 1 മണിക്കൂർ കഴിഞ്ഞിട്ട് എന്തായാലും വന്ന് എടുക്കത്തുള്ളൂ. ഇപ്പം തന്നെ സന്ധ്യയായി. നമുക്ക് രാത്രി വന്ന് എന്തായാലും നോക്കാം. ഇപ്പോൾ കനലൊക്കെ സെറ്റായിട്ടുണ്ട്. നമുക്ക് കനലിൻ്റെ മണ്ടയിലേക്ക് കുറച്ച് മണ്ണിട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കത് ഈ കിഴി അതിലേക്ക് ഇറക്കി വെച്ച് മണ്ണിട്ട് മൂടാം. മണ്ണ് ശരിക്കും മൂടണം. ചൂടധികം പുറത്തു പോകരുത്. നമുക്ക് മണ്ണ് ഫുള്ള് മൂടി നമ്മളാദ്യം കത്തിച്ച കനലിൽ വേണം അതിനകത്തിരുന്നത് സെറ്റാവാൻ. അത് നന്നായിട്ട് നമുക്ക് ഉറപ്പിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ 1 മണിക്കൂറോളം ഇത് മണ്ണിനകത്ത് കുഴിച്ചിട്ടേക്കുമായിരുന്നു. അപ്പോൾ നമുക്ക് എന്തായാലും എന്തായെന്നൊന്നും അറിയത്തില്ല. നമുക്ക് പൊട്ടിച്ച് നോക്കാം എന്തായാലും.
ഗ്രേവി എല്ലാം നല്ല സെറ്റായിട്ടുണ്ട്. എല്ലാ പൊറോട്ടയിലും ഇതിൻ്റെ ഗ്രേവി പിടിച്ചിട്ടുണ്ട്. ആ വാഴയിലക്കകത്ത് പൊതിയുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഒരു ഇത് തന്നെ. സ്കൂളിലാണെങ്കിലും ചോറ് കൊണ്ടാനായിട്ട് വാഴയില പൊതിഞ്ഞ് കൊണ്ടുപോകുമ്പോൾ ഒരു പ്രത്യേക ഒരു രുചി തന്നെ. എന്ന് പറഞ്ഞ പോലെ വാഴയില പൊട്ടിച്ചപ്പോൾ നല്ലൊരു സ്മെല്ലാണ്. നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ആദ്യം നമുക്ക് ജിത്തുവിന് കൊടുക്കാം. ജിത്തു കഴിച്ചിട്ട് പറഞ്ഞേ എങ്ങനെ ഉണ്ടെന്ന്. സൂപ്പറായിട്ടുണ്ട്. അടുത്തത് നമുക്ക് ജെഫിന് കൊടുക്കാം. ജെഫിനെ ബാ വിളിച്ചേ. സൂപ്പർ സാധനം. അടുത്ത നമ്മുടെ ഗസ്റ്റ് ഉണ്ട്, നിതിന് നമുക്ക് കൊടുക്കാം. കൊള്ളാം. അതെ, ഇനിയും പോവാൻ 5 കിലോ തൊണ്ടയ്ക്ക് കുരുങ്ങും. ഇത്രയും പ്രതീക്ഷിച്ചില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാല്. ഞാൻ വിചാരിച്ചിരുന്ന തട്ടിക്കൂട്ട് ഇവിടായി പോലെ ആയിരിക്കും. നന്നായിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ചൊന്നും പറയില്ല, ഞങ്ങളുടെ അധ്വാനം വൃതാവായി അല്ലേ. വളരെ അടിപൊളി സാധനമായിരുന്നു. എനിക്കിപ്പോ പറയാനില്ല, എനിക്ക് നേരെ കയറി കഴിച്ചാൽ കൊള്ളാമെന്നുണ്ട്. അതുപോലെ സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു. ഇത്രയൊന്നും പ്രതീക്ഷിച്ചില്ല. ഞങ്ങൾ പറയാം, സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. എല്ലാവരുടെ അഭിപ്രായം നിങ്ങൾ കേട്ടല്ലോ. അപ്പൊ ഞാനായിട്ടൊരു അഭിപ്രായം പറയേണ്ട കാര്യമില്ല, അവരെല്ലാം പറഞ്ഞു കഴിഞ്ഞു. എന്തായാലും വളരെ നന്നായിട്ടുണ്ട്. നമ്മൾ ഇതിലൊന്നും പ്രതീക്ഷിച്ചില്ല. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ഈ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ വരുന്ന പുതുപുത്തൻ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ എത്തുന്നതായിരിക്കും. നിങ്ങളുടെ സപ്പോർട്ട് ഇല്ലാതെ ഈ വീഡിയോ എന്തായാലും ഞങ്ങൾക്ക് മുന്നോട്ട് പോകില്ല. ഒത്തിരി പറഞ്ഞിരിക്കാൻ സമയമില്ല, നല്ലതായിട്ട് വിശക്കുന്നുണ്ട്. അപ്പൊ അടുത്ത വീഡിയോ വീണ്ടും കാണാം. നമ്മളെ പാവം കർഷകൻ കിടന്ന് വളമെടുക്കും, നല്ല വിളവെടുക്കും.